In the name of Jesus, He will touch you. Amen. Comforter and counselor, take complete control. Welcome, Holy Spirit. Yes. We are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. We are with your presence. Fill us with your power. Live inside of me. Holy Spirit. Welcome, living water, never drying fountain, comforter and counselor, take complete control. You are living water, never drying fountain, comforter and counselor, take complete control. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Welcome, Holy power. Live inside of me. അല്പസമയം എന്റെ ഭാഷ ഉണ്ടെങ്കിൽ എന്റെ ഭാഷ പറഞ്ഞാൽ സ്വോത്രമാരോട് സ്വോത്രം പറഞ്ഞാൽ കർത്താവിനോട് സംസാരിച്ചാൽ ഹോളി സ്പിരിറ്റ് സാന്നിധ്യം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ആഴങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ നമ്മളെ ആരാധിക്കുമ്പോൾ കടന്നു വരാത്തുള്ള ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. പൗലോസ് പുറത്ത് ചിലപ്പോൾ എന്തോ അസ്വസ്ഥതകളൊക്കെ ആയിട്ടിരിക്കുകയാണ്. കോളും ജലദോഷവും. അതുകൊണ്ട് രാത്രി നമ്മുടെ ആരാധിക്കുമ്പോൾ സൗഖ്യം, സഹോദരങ്ങൾ സൗഖ്യം. രാത്രി ജോലിയിലായിരിക്കുന്ന മേലുള്ള ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. കടന്നു വരാത്തരം എല്ലാ ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. ഇവിടെ ആയിരിക്കുന്ന മേലുള്ള ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. കുഞ്ഞുങ്ങളുടെ മേലൊക്കെ ദൈവസാന്നിധ്യം അവർക്ക് രൂപാന്തരപ്പെടട്ടെ. നമുക്ക് രൂപാന്തരപ്പെടട്ടെ. നമ്മളാകും ആൾ മാറട്ടെ. അന്യഭാഷകൾ പറഞ്ഞാൽ അല്പസമയം ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ചു കൊടുത്താൽ, നമ്മുടെ വിഷയങ്ങളൊക്കെ ദൈവസഭയിൽ സമർപ്പിച്ചാൽ, സറണ്ടർ ചെയ്ത് കൊടുത്താൽ നമുക്കൊന്നും സാധ്യമല്ല. എല്ലാ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ. അസാധ്യമായ കാര്യങ്ങളെല്ലാം രാത്രി ദൈവത്തിന് ചെയ്യാൻ പറ്റും. നമ്മൾ വിശ്വസിച്ച ആൾ ദൈവത്തിന് മഹത്വപ്പെടും. വിശ്വസിച്ച ആൾ ദൈവത്തിന് മഹത്വപ്പെടും. Dibahasti marasha afsadagatias uki baha riki ma sanithya yes nallor sanithya velippedu. Hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. അവിളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. റീബാനാസി ദൈവത്തിന്റെ വെളിച്ചം, പിതാവ് വെളിച്ചമാണ്. ദൈവം വെളിച്ചമാണ്. ഹല്ലേലൂയ. ആ പിതാവില് ദൈവത്തിൽ ഒട്ടും ഇരുട്ടില്ല. ദൈവത്തിന് അതിന് പറയുന്നു ഇരുട്ടില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് വെളിച്ചം വന്നാൽ ഇരുട്ടോടിപ്പോകും, ഇരുട്ടിനെ കാണത്തില്ല. രാത്രിയിൽ വെളിച്ചം വരുമ്പോൾ ഇരുട്ടോടിപ്പോകും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇരുട്ട് മാറിപ്പോണെങ്കിൽ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വരണം.
Rasi Uki Mada Rasi Maharashtra Asti Kristi Marasti Devshaki Yavarikata Arapasi Marshala Barasti Oh Kravayavarikata Yeshivana Namathi Arabahastara Galatian രാത്രിയുടെ ആദാമിലേക്ക് ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വരട്ടെ, ഹവ്വയിലേക്ക് വന്നതുപോലെ ഇറങ്ങി വരട്ടെ, ഏത് തോട്ടത്തിൽ ഇറങ്ങി വന്നതുപോലെ രാത്രി ഞങ്ങളുടെ ഇറങ്ങി വരണമേ. അപ്പോസ്തലന്മാരുടെ കൂടെ നടന്നതുപോലെ ശിഷ്യന്മാരുടെ കൂടെ നടന്നു രാത്രി യേശു കടന്നു വന്നാലും ജോർദാനിൽ ഹല്ലേലൂയ സ്നാനപ്പെടുവാൻ യേശു വെള്ളത്തിറങ്ങുമ്പോൾ കർത്താവേ സാന്നിധ്യം വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാ വെളിപ്പെടുവാനിടയായി. അവസാനത്തെ രാത്രി വെളിപ്പെട്ടെടുത്ത റീമാനാശി കത്രമേശയിൽ ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. റീമാനാശി യോഗ്യതയുള്ളവരാക്കി മാറ്റണം, യോഗ്യതയുള്ളവരാക്കി മാറ്റണം. ഓ കത്രമേശ ഭക്ഷിക്കുവാൻ പാനം ചെയ്യുവാൻ യോഗ്യതയുള്ളവരാക്കി മാറ്റണം, ഏൽപ്പിച്ചു കൊടുത്താൽ ഇരുട്ടുകൾ മാറിപ്പോട്ടെ, പ്ലാനുകൾ മാറിപ്പോട്ടെ, അഭിചാരങ്ങൾ മാറിപ്പോട്ടെ, നേർച്ച കാഴ്ചകൾ മാറിപ്പോട്ടെ. രാത്രി രാവാസി എല്ലാവരും പ്രാർത്ഥിച്ചാലും ആരും മൗനമായിട്ടിരിക്കരുത്. എല്ലാവരും വായ്ത്തോളം സംസാരിച്ചോണ്ട് ദൈവത്തോട് സംസാരിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. റാശി അസ്തര നമ്മുടെ ദൈവത്തോട് അനുരൂപരായിട്ട്, യേശുവിനോട് അനുരൂപരായിട്ട് ജഡ സ്വഭാവങ്ങളൊക്കെ മാറട്ടെ. Kill my flesh, kill my flesh. Urikamarashi. Oh, we surrender, Holy Spirit, we surrender you. Oh, there is power in the blood of Jesus. There is power in the blood of Jesus. There is the power in the blood of Jesus. Yes. There is the power in the blood of Jesus. Yes. Oh, power in the blood. There is wonderful power in the blood. There is power, wonder-working power in the blood of the Lamb. There is power, wonder-working power in the precious blood of the Lamb. The blood, power in the blood. Saints are lost in His life-giving flow. There is wonderful power in the blood. Yes, there is power, wonder-working power in the blood of the Lamb. There is power, wonder-working power in the precious blood of the Lamb. Power, wonder-working power in the blood of the Lamb. There is power, wonder-working power in the precious blood of the Lamb. ഒരു രക്തത്തിന്റെ ശക്തിയോടെ വ്യാപരിക്കുന്നു. യെസ്, ഇവിടെ തൊട്ട് രക്തത്തിന്റെ ശക്തിയോടെ വ്യാപരിക്കുന്നത് കേൾപ്പിച്ച് സമർപ്പിച്ചു കൊടുത്താൽ യേശു രക്തത്തിന്റെ ശക്തിയോടെ വ്യാപരിക്കുന്നത്. യെസ്, ഓ അവരുടെ രക്തത്തെക്കാൾ വിലയേറിയ രക്തം യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയോടെ വ്യാപരിക്കും. നമ്മുടെ ശരീരത്തിൽ ഒഴുകട്ടത്. യെസ്, നമ്മുടെ ചിന്തകൾ ഒഴുകട്ടത്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ അവയവങ്ങളും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഒഴുകട്ടെ. എന്നെ തൊടുന്നു, രക്തത്തിന്റെ ശക്തി ഇതിനകത്ത് തൊടുന്നു. എല്ലാവരും സമർപ്പിച്ചു കൊടുക്കാം. പാടിക്കാൻ പാടും. നല്ല പാട്ടാണ്. അല്ലെങ്കിൽ അർത്ഥത്തോടെ ആ ഹൃദയത്തിന് ഉള്ളിൽ വരട്ടെ. അർത്ഥം മനസ്സിലാക്കി പാടിയാൽ ശക്തി നമ്മൾ ഒഴുകട്ടെ. The blood of Jesus, the blood of Jesus, the blood of Jesus, the blood of Jesus. The blood of Jesus, the blood of Jesus. The blood of Jesus, the blood of Jesus, the blood of Jesus, the blood of Jesus. The blood that gives me strength.
Hallelujah. 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 നമുക്കറിയാവുന്ന പാട്ട് പാടി. Hallelujah. കസിക്കറിയാന്ന് പാടാം. കസി. Hallelujah. Hallelujah. ഹൃദയത്തിനുള്ളിൽ ദൈവത്തോട് പ്രാർത്ഥന പാടിയ നമ്മളെ തന്നെ സറണ്ടർ ചെയ്ത് പാടിയ Worthy is the Lamb. You
മഞ്ഞ് വീഴുന്നത് പോലെ ദിവസം and all creation, of all wisdom and all the ways of man. You were before the world began, above all kingdoms, above all thrones, above all wonders the world has ever known, above all wealth and treasures of the earth, there's no way to measure what you were. Crucified, laid behind the stone, you lived to die, rejected and alone, life arose, trampled on the ground, you took the fall, you thought of me. Above all powers, above all kings, above all nature and all created things, above all wisdom and all the ways of man, you were before the world began. Above all kingdoms, above all thrones, above all wonders the world has ever known, above all wealth and treasures of the earth, There is no way to measure measure what you were. Crucified, laid behind the stone, you lived to die, rejected and alone, like your rose, trembled on the ground. You took the fall, and thought of me. Crucified, laid behind the stone, you lived to die, rejected alone, like a rose, trembled on the ground. You took the fall, thought of me. സാറിൻ്റെ എല്ലാവരും സാറിൻ്റെ കൊടുക്കുക അവൻ സാറിൻ്റെ കൊടുക്കും ആ കൂടെ നമ്മുടെ വിഷയം പ്രാർത്ഥിച്ച അത് സാന്നിധ്യം ഉണ്ട്. ഹല്ലേലൂയ. ജീസസ് ജീസസ് ജീസസ്. എന്നെ കാണിക്കുന്ന കല്ലറയിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിനെ കാണുന്നു. ഹല്ലേലൂയ. ഈ കല്ലുരുട്ടിയ ശേഷം മാറ്റിയ ശേഷം ഈ ഹല്ലേലൂയ ഓ പൂർവികമാനാശി ഒരു വെള്ള വസ്ത്രധാരി ആയിട്ട് കർത്താവ് നിൽക്കുന്നു. റബ്ബൂനി റബ്ബൂനി എന്ന ടീച്ചർ റബ്ബൂനി. ഹല്ലേലൂയ. കർത്താവിന്റെ യേശുവിന്റെ ഒരു സാന്നിധ്യമുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. യേശുവിന്റെ സാന്നിധ്യം ഭയങ്കര
നമ്മുടെ കർത്താവ് ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്, സൈലന്റ് ആയിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ. കെട്ട് കഴിയട്ടെ, ചെയിൻ കഴിയട്ടെ. ജീസസ്, ജീസസ്, ജീസസ്. മാസ്റ്റർ, 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 മാസ്റ്റർ. ഹല്ലേലൂയ. അവരുടെ കിങ് ഓഫ് കിങ്. Glory, glory, honor, praise. We worship you. We worship you. Yes. ചിലരെ ഹൃദയം ദൈവം മാറ്റിക്കളയാൻ പോകും, മാറ്റിവെക്കാൻ പോകും. സ്റ്റോണായിട്ടുള്ള ഹൃദയം മാറ്റിയിട്ട് മാംസളമായ ഹൃദയം നിനക്ക് തരാൻ പോകും. ഇത് രാത്രി നിൽപ്പിച്ചു കൊടുക്കും. കർത്താവ് പറയുന്നത് സ്റ്റോണായിട്ടുള്ള ഹൃദയം മാറ്റിയാൽ നിന്റെ മാംസളമായ ഹൃദയം കൊടുക്കും. ചില ഹൃദയത്തിൽ മേൽ പരിശുദ്ധാത്മ നിരാത്രി തൊടാൻ പോകും. യേശു നിരാത്രി ഹൃദയത്തിൽ തൊടുന്നു. ഹൃദയത്തിൽ ഹൃദയ വിചാരങ്ങൾ ദൈവം അറിയാം. ഹല്ലേലൂയ. നമുക്ക് പുറമെ മാത്രം അറിയത്തുള്ളൂ, എല്ലാവരുടെ ഹൃദയം അറിയുന്നു. യേശു എല്ലാവരുടെ ഹൃദയം നിരാത്രി അറിയുന്നു. നമുക്ക് പുറമെ മാത്രമേ അറിയത്തുള്ളൂ, പക്ഷെ യേശുവിന്റെ ഹൃദയം അറിയാം. ഹല്ലേലൂയ. ചില ഹൃദയമൊക്കെ ദൈവം മാറ്റാൻ പോകും. പുതിയ ഹൃദയത്തിൽ നിന്ന് പുതിയ ഹൃദയം. യെസ്. ഒരു മാനസാന്തര ഹൃദയം, ദൈവത്തെ സ്നേഹിക്കാനുള്ള ഹൃദയം. യെസ്. കാര്യം കാണുന്ന ഹൃദയമല്ല, കാര്യം കാണാൻ വേണ്ടി യേശുവിനെ സ്നേഹിക്കുന്ന ഹൃദയമല്ല. അല്ലാതെ നമ്മൾ കർത്താവോട് റിലേഷൻഷിപ്പിലോ ഇൻഡിവിജ്വലോട്ട് നോക്കുമോ? യേശുവിന്റെ രക്തത്തിന്റെ വിലയെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പാവങ്ങളെല്ലാം യേശു ചുമന്നു, അകൃത്യങ്ങളെല്ലാം കർത്താവ് ചുമന്നു, ശാപങ്ങളെല്ലാം കർത്താവ് ചുമന്നു. ജീസസ് നമ്മളെ വീണ്ടെടുത്തു, രക്തം കൊടുത്ത് വീണ്ടെടുത്തു. ഹല്ലേലൂയ. ക്രോധത്തിൽ നമ്മളെ വിടുവിച്ചു. ഞാൻ നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചു. ഞാൻ നിങ്ങൾ നരകത്തിൽ പോകേണ്ട സ്ഥാനത്ത് യേശു നമ്മളെ വിടുവിച്ചു. ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദങ്ങളുടെ പാട്ട് പാടി. പോരാരുമില്ല യേശു നല്ലവേ. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ യേശു നല്ലവേ. പോലെ മറ്റാരുമില്ല. യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. അത്ഭുതം ചെയ്യുന്ന കർത്താവ്, അത്ഭുതം ചെയ്യുന്ന കർത്താവ് രാത്രി എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. അത്ഭുതം ചെയ്യുന്ന Holy Spirit, Holy Spirit,
The worship setting of heaven. Jesus. I saw an orchestra numbering more than I could count, playing instruments, some that I recognized, some that I didn't. Jesus. Jesus. Perfect tune for their Jesus. instruments. Jesus. Jesus. Holy Spirit, I saw the choir thank standing you. behind them, Thank your presence. numbering so many Jesus, thousands, thank you for singing octaves above what we could sing on the Father. earth, below what we could sing on the earth. Hallelujah. Beautiful harmonies going. എല്ലാവരും സറണ്ട് കൊടുക്കാൻ സറണ്ട് I looked up in the balconies and I saw men from സറണ്ട് every tribe. കൊടുക്കുന്നതാണ് Some of them jumping up and down. Some of them waving banners. Some of them kneeling quietly with tears streaming down their face. I looked over to the right part of this arena. I saw thousands and thousands, even millions if you can imagine, little children with white robes. And they were dancing. Someone leaned over to me and said, those are all the aborted babies in the earth, giving praise to the rescuer. Dancing for joy to their rescuer. And I saw 24 thrones. And in the center of those thrones, നമ്മുടെ ഹൃദയം സ്വർഗത്തിലോട് ഉയർത്തിയ I saw one more throne. Coming out of the ശിക്ഷാകൊണ്ടതുപോലെ ground. കർത്താവിനെ രാത്രി കണ്ടാലും സിംഹാസനത്തിരിക്കുന്ന കർത്താവിനെ കണ്ടാലും Smoke all around it. On that throne was the Lamb of God. ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടാലും And all the attention of this great scene turned Jesus, to center around the Lamb. The Jesus, sound was magnificent. Jesus, Jesus. പിതാവിന്റെ The song വലതുഭാഗത്ത് was യേശു born out of that. നദിവചനം പറയുന്നു. ഹല്ലേലൂയ. രാത്രി കണ്ട Can you hear the sound of heaven? Like Like the sound of many waters. Yes. It's the sound of worship Coming from the throne. There are cries of adoration, yes. men from every nation. Lift their voice To make it His known. glory known. Sing. Holy, 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 Listen, angels bow, we worship you now. Holy, 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 are you Lord. This is the song of heaven. Sing it with me. Holy, 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 are you. Yes, you're holy. You're holy. Holy, holy, The elders and angels bow. yes, the angels Redeemed, worship you now. we worship you now. Holy, holy, holy are you. തീയാ, ദൈവം തീയാ, ദൈവത്തെ സ്തുതിച്ചാല് ദൈവം പരിശുദ്ധനാ, ദൈവം വിശുദ്ധനാ, ദൈവം ഹോളിയാ. Can you hear it? ഹല്ലേലൂയ. ദൈവശബ്ദം നോക്കട്ടെ. Yes. In this place. ദൈവശബ്ദങ്ങൾ കേൾപ്പിച്ചു കൊടുത്താലോ. Hallelujah. 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 It's coming from Thank you, Jesus.
you're holy. Father, you're holy. Holy Spirit, you're holy. Yes. Release to me. Holy Kamasi. Holy, 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 Lord. Holy, 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 Lord. Yes. Here is an angel. Worship you now. Holy, 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 are you Lord? Join the chorus of heaven tonight. Holy, 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 are you Lord? Holy, 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 are you Lord? There is an angel's bow. We worship you now. Holy, 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 are you Lord? Holy, 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 are you Lord? Yes. Holy, 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 are you Lord? There is an angel's bow. We worship you now. Holy, 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 are you Lord? Holy. എല്ലാവരും പറഞ്ഞാൽ കർത്താവ് ഹോളിയാണ്, പിതാവ് ഹോളിയാണ്, പരിശുദ്ധാത്മാ ഹോളിയാണ്, യേശു ഹോളിയാണ്. Holy, 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 you're holy, you're holy. Hallelujah, we worship you. കർത്താവേ, ഞങ്ങളെ worship ചെയ്യാം. ഉറിഖേമാ ബാബാ ബാബാ, yes. സ്തമന ഹസ്തി രീതി ശീഖിനാസി ശന്തല റാബാറാസി. ഫയർ ഇറങ്ങി വരുന്നു, ഒരു ദൈവത്തിന്റെ ഫയർ ഇവിടെ ഇങ്ങനെ വ്യാപരിക്കുന്നു. യെസ്, ടച്ച്. ഉറിഖേമാനാസി ശാലാ ശന്തല ബാബാ. God is moving, God is moving. ദൈവത്തിന്റെ വലിയ ഒരു കർത്താവിന്റെ മൂച്ച് കെട്ടി. The depth of meaning is contained. ഭയങ്കര ഡെപ്ത് ആണ് ഈ കർത്താവിൻ്റെ മേശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. കാരണം അതിലടങ്ങിയിരിക്കുന്ന അർത്ഥം, അതിൻ്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരിക്കലും അതിൽ നിന്ന് മാറിയിരിക്കാൻ സാധ്യമല്ല. സോ during the age of the celebration of the Passover, on the even his death, that Jesus instructed significant new fellowship meal എന്ന് പറയുന്നത്. So that we observe this day. അതായത് തൻ്റെ മരണത്തിൻ്റെ തലേന്ന് പെസഹ ആഘോഷിച്ച സമയത്താണ് യേശു ഇന്ന് വരെ നാം ആചരിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമായി അല്ലെങ്കിൽ പ്രധാന കൂട്ടായ്മയായിട്ട് അവിടെ ചെയ്തത്. സോ നമ്മുടെ കർത്താവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഓർക്കുവാനും ഭാവിയിൽ അവൻ്റെ മഹത്വരമായ രണ്ടാമത്തെ വരവിനായി കാത്തിരിപ്പാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. Praise God. Hallelujah. So the Passover, where is the Passover? So the Passover, I know, was the most sacred feast of the Jewish religious year. അതായത് യഹൂദ മതം വർഷത്തിലെ ഏറ്റവും പവിത്രമായ പെരുന്നാളായിരുന്നു പെസഹ. മനസ്സിലായോ? ഏറ്റവും അത് പവിത്രമായിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈജിപ്തിലെ അവസാനത്തെ ബാധയെ അവരത് കണ്ടു. അതിനുശേഷം
അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് അത് ആഘോഷിക്കുകയാണ് അവർ ചെയ്തത്. അന്ന് നമുക്കറിയാം ഈജിപ്തിലെ ആദിജാതന്മാരെല്ലാവരും മരിക്കുകയും അന്ന് ഇസ്രയേൽ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ വാതിലിൻ്റെ കടലക്കാലുകളില് കുറുമ്പടിന്മേലും തളിച്ചാണ് അന്ന് രക്ഷപ്പെട്ടത്. അതിനുശേഷം അവർ ചെയ്യുന്നത് കുഞ്ഞാടിനെ മനസ്സിലായോ, അപ്പത്തോടൊപ്പം ഭക്ഷിപ്പാനിടയായി. അപ്പോൾ അതാണ് ഈ നമ്മൾ ഇവിടെ കാണുന്ന പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, വരും തലമുറകളെല്ലാം എന്ത് ചെയ്യണം, ഇത് ആഘോഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൽപ്പന ആഘോഷിക്കണം, ദൈവത്തിൻ്റെ അരുളിപ്പാടാണിത്. അതാണ് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, എക്സോഡസ് 12 കാണുന്നത്. ഹല്ലേലൂയ. ഇവിടെ എനിക്ക് സന്തോഷിപ്പിക്കാനിടയായത്, സോ during the Last Supper Passover celebration, Jesus took a leaf, കർത്താവ് ബ്രെഡ് എടുത്തിട്ട് പറഞ്ഞു, താങ്ക്സ് ഗിവിംഗ് പറഞ്ഞു. അതായത് പെസഹ ആഘോഷമായ അന്ത്യ അത്താഴവേളയിൽ യേശു ഒരു അപ്പം എടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ കാണാൻ പറ്റും. എന്നിട്ട് അത് താൻ ശിഷ്യന്മാർക്ക് കൊടുത്തു, അല്ലെ, മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു, പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം. അതിന് മുന്നായിട്ട് ഈ നമ്മൾ കാണുന്ന ഇത് ഒറ്റ അപ്പമുള്ള ആക്ച്വലി കാണുന്നത്, പക്ഷെ ആക്ച്വലി ഇത് 3 അപ്പമാണ്. പെസഹായിൽ കർത്താവ് വന്ന് ആഘോഷിച്ചത്, അല്ലെങ്കിൽ മുറിക്കുവാൻ വെച്ചത്, അല്ലെങ്കിൽ യഹൂദന്മാർ ആഘോഷിക്കുന്നത് 3 അപ്പം വെച്ചാണ്. അതൊന്ന് ജസ്റ്റ് ഒന്നൊരു പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ താഴോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. സോ ഒരു റബ്ബി പറഞ്ഞതനുസരിച്ചാണ് ഞാനത് പറയുന്നത്. അപ്പം ഞാൻ അതിനെപ്പറ്റി കുറേ പഠിക്കാനിടയായി. അപ്പം ശരിയാണ്, അതങ്ങനെ സംഭവമുണ്ട്. അപ്പം അതായത് പുളിപ്പില്ലാത്ത അപ്പമാണ്, അല്ലെ, പുളിപ്പില്ലാത്ത അപ്പമാണ് അവർ ഉപയോഗിക്കുന്നത്. പുളിപ്പില്ല വെച്ചാൽ ഈസ്റ്റ് ഇല്ലാത്ത അപ്പം. അവർ പറയുന്നത് അപ്പത്തിന് കൊമള ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഭയങ്കര ക്രിസ്പി ആയിരിക്കണം അപ്പം. അപ്പം അതിന് മാറ്റസ എന്നാണ്, മാറ്റസയുടെ, അതായത് പുളിപ്പില്ലാത്ത അപ്പം അവർ ചെയ്യുന്നത് 3 കഷണങ്ങളാക്കി അടുക്കി വെക്കുക. 3 കഷണങ്ങളാക്കിയാണ് അടുക്കി വെക്കുന്നത്. 3 എണ്ണമാണ് ഈ നമ്മൾ കത്രിമേശ സോഷ്യൽ അരപ്പം വെക്കുന്ന പോലെ ഒരു 3 ആയിട്ട് അടുക്കി വെക്കുന്നത്. 3 അപ്പം, പുളിപ്പില്ലാത്ത 3 അപ്പം. അവർ അതുണ്ടാക്കുന്നത് തന്നെ ഇതാണ്, മാവ് എടുത്തിട്ട് അതിനകത്ത് വെള്ളം ചേർക്കുന്നുണ്ട്, മാവ് എടുക്കുന്നുണ്ട്, വെള്ളം ചേർക്കുന്നുണ്ട്, ഉപ്പ് ചേർക്കുന്നുണ്ട്, ഇതിനകത്ത് ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട്. അത് വെച്ച് 18 മിനിറ്റ് കൊണ്ടാണ് അവർ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. 18 മിനിറ്റ് കൊണ്ട്. അപ്പോൾ അവരിങ്ങനെ കുഴച്ച്, നമ്മൾ ഗോതമ്പടൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ കുഴച്ച്, വെള്ളമില്ലാതെ കുഴച്ച് അത് പരത്തി അതിനെ കട്ട് ചെയ്ത്, പിന്നെ 3 പീസാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഓവൻ്റെ അകത്ത് വെച്ചാണ് അവർ അതിനെ ക്രിസ്പി, നല്ല എന്താ പറയുന്നത്, ഇങ്ങനെ ഒടിച്ച് ബിസ്ക്കറ്റ് ഒടിയുന്നവർ ഒടിയും. അപ്പം 3 കഷ്ണങ്ങളാണ് അവർ അടുക്കി വെക്കുന്നത്. 3 കഷ്ണങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഒന്നെങ്കിലും ഒരു പോക്കറ്റ് പോലെ ഒരു തുണിക്കകത്ത് ഇത് വെക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ഒരു പ്ലാസ്റ്റിക് കൂട് പോലെ ഒരു സാധനം, എന്താ പറഞ്ഞത്, തുണി കൊണ്ടുണ്ടാക്കിയ ഒരു പ്ലാസ്റ്റിക് കൂട് പോലെ സാധനം, ഒരു കവറിൻ്റെ അകത്താണ് ഇത് വെച്ച് ഇതിങ്ങനെ വെക്കുന്നത്. ഇതുപോലെ നമ്മൾ ടേബിളിനകത്ത് വെക്കുന്ന പോലെ, മീൻസ് ഇങ്ങനെ ഇതൊന്നുമില്ല, കവറിങ് ഒന്നുമില്ല, പക്ഷേ വെച്ചിട്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇസ്രയേലിൻ്റെ 3 ഗ്രൂപ്പുകളായിട്ടാണ് ഈ 3 അപ്പത്തെ കാണിക്കുന്നത്. എന്തെന്നൊക്കെയാണെന്നറിയാം. കൊഹിനിയ എന്ന് പറഞ്ഞാൽ ലേവി ഗോത്രം, അല്ലെ, ലേവി. 1 ലേവി, 2 ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അപ്പം ഒരു ഇത് പറയുന്നത് ഇസ്രയേൽ, മൂന്നാമത്തെ എന്താണ്, ഗോത്രപിതാക്കന്മാർ. അങ്ങനെ 3 അപ്പത്തിന് 3 അർത്ഥമുണ്ട്. അല്ലെങ്കിൽ അവർ പറയുന്നത്, ഫോർ എക്സാമ്പിൾ, 1ാമത്തെ അപ്പം എന്താണെന്ന് അബ്രഹാം, മനസ്സിലായോ? 1ാമത്തെ ഒരു അപ്പം പറയുന്ന അബ്രഹാം. അതിൻ്റെ അടിയിലത്തിരിക്കുന്ന അപ്പം എന്തുവാ? ഇസ്ഹാക്ക്. 3ാമത്തെ അപ്പം എന്തുവാണ്? യാക്കോബ്. 3 അപ്പമാണ് ഇവർ പറയുന്നത്. അത് അവർ പറയുന്നത് എങ്ങനെയാണ്? 1 ലേവി, 2 ഇസ്രയേൽ, അല്ലെങ്കിൽ ഗോത്രപിതാക്കന്മാർ. അപ്പം അബ്രഹാമിന് നമുക്കറിയാം, അതിൻ്റെ അടിയിൽ ആരായിരിക്കുന്ന? ആരാ? ഇസഹാക്ക്. ഇസഹാക്ക് ആരാ?
യേശു അല്ലേ. പഴയ നിയമത്തിലെ ഇസഹാക്ക് എന്ന് പറഞ്ഞാൽ യേശുവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ യേശു. മൂന്നാമത്തെ ആരാണ്? യാക്കോബ്. അപ്പോൾ ഈ മധ്യഭാഗത്തിരിക്കുന്ന അതിന് പറയുന്നത് അഫിക്കോമിൻ എന്ന് പറയുന്നത്. അഫിക്കോമിൻ, ഈ മധ്യഭാഗത്തിരിക്കുന്ന ആ അപ്പത്തിന് എന്താ പറയുന്നത്? അഫിക്കോമിൻ. അതാണ് ജീസസ് എടുത്തിട്ട് മുറിച്ചത്. ആരെയും മുറിച്ചപ്പോൾ യേശു ദിസ് ഈസ് മൈ ബോഡി. മനസ്സിലായോ? ആരെയും മുറിച്ചത്? ഇസഹാക്കിനെ എടുത്താൽ മുറിക്കുന്നത് അല്ലേ. ഇസഹാക്ക് ആരാ? യേശു തന്നെയാണ്. അപ്പോൾ യേശുവിനെ എടുത്തിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇസഹാക്കിനെ റെപ്രസെൻറ്റേറ്റീവ് യേശു ആണല്ലോ. നമ്മുടെ പുതിയ നിയമത്തിൽ യേശു ആണത്. പഴയ നിയമത്തിലാണ് ഇസഹാക്ക് നിഴലായി നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ അത് ഉരുളായി വരുന്നത് അല്ലേ. അപ്പോൾ ഈ പെസഹ ആഘോഷമായ അത്താഴ വേളയിൽ യേശു ഒരു അപ്പം എടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. ആ അപ്പം എടുക്കുന്നത് ഏതാ? ഈ ഇസഹാക്കിൻ്റെ അപ്പം എടുക്കുന്നത്, അല്ലെങ്കിൽ ഇസഹാക്ക് എന്ന് പറഞ്ഞ അപ്പം എടുക്കുന്നത്. അതാണ് യേശു പറഞ്ഞത്. താൻ അത് മുറിച്ചെന്ത് ചെയ്തു? ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നോക്കുന്ന എൻ്റെ ശരീരം. കണ്ടോ? ഭയങ്കര അർത്ഥത്തോടുകൂടി കർത്താവ് എടുത്തിരിക്കുന്നത്. ഭയങ്കര അർത്ഥമുണ്ട് അതിന്. ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതിൻ്റെ ശരീരം അല്ലേ, എ ബോഡി. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ രാത്രിയിൽ ചെയ്യുന്നത് തന്നെ ഓർമ്മയ്ക്കായി. അന്ന് ശിഷ്യന്മാർക്കും അവർ കർത്താവ് ചെയ്തത് എന്താണ്? ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക. അതിനുശേഷം അത്താഴത്തിന് ശേഷമാണ് യേശു എന്ത് ചെയ്തത്? പാനപാത്രം എടുക്കുന്നത്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമം അല്ലേ. രക്തത്തിൽ പുതിയ നിയമം അല്ലെ, പുതിയ ഉടമ്പടി. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 19-21 വാക്യം വായിക്കുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്ത്? ഒരു നല്ല ഗാനം പാടി അവർ പോകുന്നതായിട്ട് കാണാം അല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ നല്ല ഗാനം പാടി, അല്ലെങ്കിൽ ക്രിസ്തീയ ഗീതങ്ങൾ പാടി, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രൈസ് ചെയ്യുന്ന വർഷിപ്പൊക്കെ ചെയ്തിട്ടാണ് അവർ ഒലിവ് മലയിലേക്ക് പോകുകയും അവിടെ വെച്ചാണ് യൂദാസ് യേശുവിനെ എന്ത് ചെയ്ത്? ഒറ്റിക്കൊടുക്കുന്നത്. അടുത്ത ദിവസമാണ് യേശു ക്രൂശിക്കപ്പെടുന്നത് അല്ലേ. ഹല്ലേലൂയ. സോ ഇതിനകത്ത് നമുക്ക് കർത്തൃമേശരോട് അടുത്ത് വരുമ്പോഴത്തേക്ക് നോക്കണമേ, കീ എലമെന്റ്സ് ഓഫ് ദ ഓർഡർ ഓഫ് എവൻസ് എന്ന് പറയുന്നത്. ഇത് നല്ല ഓർഡറിലാണ് യേശു ചെയ്തത്. ഒന്നെന്താണ്? ഒരു പ്രിപ്പറേഷൻ. എന്താണ് കർത്താവ്? ഇത് എന്താണ്? ജീസസ് ആൻഡ് ദ അപ്പോസ്റ്റൽസ് gathered in the upper room the celebration Passover അല്ലേ. പാസ്ഓവർ അവരെന്താ ചെയ്ത്? അവർ യേശുവും തൻ്റെ ശിഷ്യന്മാർ അല്ല അപ്പോസ്തലന്മാരോട് എന്ത് ചെയ്തു? ഒരു എന്ത് ചെയ്തു? അപ്പർ റൂമിൽ എന്ത് ചെയ്തു? സെലിബ്രേറ്റ് ചെയ്തു. പാസ്ഓവർ സെലിബ്രേറ്റ് ചെയ്തു. ഭയങ്കര സെലിബ്രേഷൻ ആക്ച്വലി ഇത്. മനസ്സിലായോ? നമ്മളോർക്കുന്ന ഒരു ചെറിയൊരു മേശമേല വെച്ച് അപ്പം എടുത്ത് ഓർക്കുന്ന പിടിച്ചു ഇത് എൻ്റെ ശരീരം, അങ്ങനെയല്ല. ഭയങ്കര സെലിബ്രേഷൻ. ആ യഹൂദന്മാരുടെ സെലിബ്രേഷൻ തന്നെയാണ് യേശു അവിടെ ചെയ്തത്. അതിൻ്റെ ആ സെലിബ്രേഷൻ്റെ വലിയ ലിസ്റ്റ് ഉണ്ട് ആക്ച്വലി. ഞാൻ ആ ലിസ്റ്റ് നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. ഒരുപാട് സാധനങ്ങളുണ്ട് അതിനകത്ത്. അപ്പം അതിൻ്റെ അകത്ത് ഉള്ള ഒരു അനുഭവമാണ് ഈ നമ്മൾ ഈ എന്താണ് ഈ എന്താ പറയുക പൗലോസിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടിയത്. രണ്ടാമത് എന്താണെന്നറിയാമോ? ഫുഡ് വാഷിംഗ്. സോ ഫുഡ് വാഷിംഗ്, ജീസസ് വാഷ് ദ ഫീറ്റ് ഓഫ് ദ ഡിസൈപ്പിൾസ് അല്ലേ. ഒന്ന് ഒരു വലിയ പാസ് ഓവർ നടക്കണം. രണ്ടെന്താണ്? അവിടെ കർത്താവ് താഴ്മ ധരിച്ചുകൊണ്ട് ഓരോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതായിട്ട് കണ്ടു. മനസ്സിലായോ? കാലുകൾ കഴിയണം എന്നൊക്കെ. അത് ഒന്നും നമ്മുടെ സഭകളൊന്നും കാണാനില്ല, കാല് കഴുക്കൊന്നും കാണാനില്ല. ഞാൻ പണ്ട് നമ്മുടെ സഭയിൽ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം അബുദാബിയിലായിരുന്നപ്പോഴത്തേക്ക്. മൂന്നാമത് കർത്താവ് ചെയ്യുന്നത്, അപ്പോൾ ഒന്ന് എല്ലാ ശിഷ്യന്മാരുടെ കാല് കഴുകി അല്ലെ, ശിഷ്യന്മാരുടെ കാല് കഴുകി തോർത്തുന്നതായിട്ട് കാണാൻ പറ്റും. മൂന്നാമതാണ് പ്രൊഫസിയാണ് കർത്താവ് ചെയ്യുന്നത്. സോ ജീസസ് ഇൻഡിക്കേറ്റ് വൺ വുഡ് ബിട്രൈ ഹിം. ആരെപ്പറ്റി പറയാം? ജൂഡയെ പറ്റി പറയാണ്. ജൂഡാസ് ഹൂ ദാൻ ലെഫ്റ്റ് ദ മീൽ അല്ലേ. അവിടെ ഒരു പ്രൊഫസി കർത്താവ് പറയാം. എന്നെ ഒറ്റിക്കൊടുക്കുന്ന ഒരുവനെ പറ്റി കർത്താവ് പറയാം അല്ലേ. ഒരു പ്രൊഫസി കർത്താവ് പറയാം. അത് പിന്നീട് സംഭവിക്കാനിടയായി. അടുത്തതാണ് കർത്താവ് ചെയ്തത്? ബ്ലെസ്സിങ് ദ ബ്രെഡ്. സോ ജീസസ് ടുക്ക് ദ ബ്രെഡ്, ഗിവ് താങ്ക്സ്, ബ്രോക്കൺ ഇറ്റ് ആൻഡ് ഷെയർഡ് ഇറ്റ് ആൻഡ് സേ ദിസ് ഈസ് മൈ ബോഡി അല്ലേ. ദിസ് ഈസ് മൈ ബോഡി. ഇത് സിംബോളിക്കാവുന്ന കർത്താവ് പറഞ്ഞില്ല ഉണ്ടോ? ഇത് മാർട്ടിൻ ലൂതറിന്റെ ശേഷമാണ് അത് സിംബോളിക്കായിട്ട് നമ്മൾ പറയുന്നത്. ആക്ച്വലി കാത്തലിക്സ് പറയുന്നത് രൂപാന്തരപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതാ? അപ്പോൾ എന്തായും അത് മാംസളമായി മാറുന്നുണ്ടെന്നാണ് പറയുന്നത്. യേശുവിൻ്റെ ശരീരമായി മാറുന്നുണ്ടെന്നാണ് കാത്തലിക്സ് വിശ്വസിക്കുന്നത്. പെന്റിക്കോസ്റ്റൽ വിശ്വസിക്കുന്നത് അത് അപ്പം തന്നെയാണ്, അതിന് രൂപമാറ്റമൊന്നുമില്ല എന്ന് പറയും. പക്ഷേ യേശു പറയുന്നത് ദിസ് ഈസ് മൈ ബോഡി എന്ന് പറഞ്ഞത്. അപ്പം രൂപമാറ്റം അത് അപ്പം ഒരിക്കലും ഒരു ഫ്ലഷായി മാറുന്നില്ലെങ്കിലും അത് ആത്മീയ മണ്ഡലത്തിൽ എന്താണ്?
അത് ആക്ച്വലി യേശുവിൻ്റെ ശരീരമായി മാറും. മനസ്സിലായോ? പരിശുദ്ധാത്മാവെന്ന് പരിവർത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അതിൻ്റെ അകത്ത് യേശുവിൻ്റെ ഒരു ശരീരമായി ആക്ച്വലി മാറ്റും നമുക്ക്. പക്ഷെ ഫ്ലഷ് അല്ല, ആത്മീയ മണ്ഡലത്തിൽ അത് യേശുവിൻ്റെ ശരീരം തന്നെയാണ്. സോ അടുത്ത കർത്താവ് എന്താ ചെയ്തത്? ബ്ലെസ്സിങ് ദ വൈൻ, അല്ലേ? സോ ജീസസ് ടുക്ക് ദ കപ്പ് ഓഫ് വൈൻ, ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. സോ ഗിവ് താങ്ക്സ് ആൻഡ് ഷെയർ ഇറ്റ് സേയിങ് ദിസ് ഈസ് മൈ ബ്ലഡ് ഓഫ് ദ കവനന്റ്, ന്യൂ കവനന്റ്. അടുത്ത എന്താണ് കർത്താവ് ചെയ്തത്? പിന്നെ കർത്താവ് നല്ല പാട്ടൊക്കെ പാടി, അല്ലേ? അവർ നല്ല വർഷിപ്പ് ചെയ്ത് ദൈവത്തെ സ്തുതിച്ചിട്ട് ജീസസ് ഗിവ് ഫൈനൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ദേ സാങ് എ സോങ് ബിഫോർ ഡിപ്പാർട്ടിങ് ഫ്രം ദ മൗണ്ട് ഓഫ് ഒലിവ്. സോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്തത്, കർത്താവ് കർത്താവ് ചെയ്തത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. സോ ജീസസ് ഡിക്ലെയർഡ് the bread spoke of his body that would be broken. So there was no broken bone. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ അല്ലേ? പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് യേശുവിൻ്റെ എല്ലുകളൊന്നും ഒടിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. യേശുവിൻ്റെ എല്ലുകളൊന്നും ഒടിഞ്ഞില്ല. സോ പക്ഷേ there was no broken bone, but his body was badly, അല്ലേ, അങ്ങ് തകർന്ന് തരിപ്പണായിപ്പോയി, ഉഴവിച്ചാല് പോലെയായിപ്പോയി. അതാണ് നമ്മുടെ യെശയ്യാവ് പറയുന്നത്. എന്താണ്? അദ്ദേഹത്തെ കണ്ടാൽ ആള് തോന്നത്തില്ല. ഞാനിങ്ങനെ യേശുവിനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ യേശുവിനെ കാണുന്നത് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. അപ്പം യേശുവിൻ്റെ ഈ വസ്ത്രം ഉണ്ടല്ലോ, യേശുവിൻ്റെ വസ്ത്രം ശരിക്കും ഒരു മാൻ മെയ്ഡ് വസ്ത്രം, മനസ്സിലായോ? ഒരു മനുഷ്യൻ തയ്ച്ചെടുത്താൽ എങ്ങനെ ഇരിക്കും? മിഷനിലോട്ട് തയ്ച്ചതല്ല, അതുപോലെ നല്ല രസം അത് കാണാൻ, തുണി കാണാനും ആ നൂല് കാണാനും. പിന്നെ ഒരു ദിവസം കർത്താവിനൊക്കെ എന്നെ കാണുന്നത്, ഒരു ദിവസം കാണുന്നത് ക്രൂശിൽ കിടക്കുന്ന കർത്താവ്. ക്രൂശിൽ കിടക്കുന്ന കർത്താവിന് ഒരു സൈഡ് മാത്രം ഞാൻ കാണും, എൻ്റെ ഫേസ്, കർത്താവിൻ്റെ ഫേസ് കാണും. നല്ല ചെമ്പൻ മുടിയാണ്, മനസ്സിലായോ? നമ്മൾ യഹൂദന്മാരെ പോലെയൊക്കെ ഇരിക്കും, നല്ല നല്ല ചെമ്പിച്ച ഒരു രോമം. എന്നിട്ട് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നു. അങ്ങനെ രംഗം കാണുന്നുണ്ടായി. പിന്നെ ഞാൻ കർത്താവിനെ കണ്ടിട്ടുള്ള നല്ല നടന്നു വരുന്ന കർത്താവിന് ഒരു 6 അടി ആയിട്ട് കാണും, നല്ല വെള്ള വസ്ത്രധാരിയായിട്ട് നടന്നു വരുന്ന കർത്താവ്, നല്ല മുടിയൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ആ മുടി എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു അന്ന് അവിടുത്തെ അവരുടെ ഗോത്രത്തിൽ മുടി വെട്ടത്തില്ലായിരുന്നു. എനിക്കൊന്ന് ആ ഗോത്രത്തിൽ മുടി വെട്ടത്തില്ല. ഞാനത് പഠിച്ചപ്പോൾ അങ്ങനെ മനസ്സിലായത്. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് 22-ാം അധ്യായത്തിൻ്റെ അതിന് 12 മുതൽ 17 വരെ വാക്യങ്ങൾ സങ്കീർത്തനത്തിൽ പറയുന്നതാണ് അവൻ്റെ ബോൺസ് ഒടിഞ്ഞിരുന്നത്. അപ്പം സങ്കീർത്തനക്കാരൻ പറഞ്ഞതിൻ്റെ, അല്ലെങ്കിൽ അന്ന് പ്രവചിച്ചതിൻ്റെ വർഷങ്ങൾക്ക് മുന്നേ സങ്കീർത്തനം പ്രവചിച്ചതാണ്. എന്താണ്? ഈ കർത്താവിൻ്റെ, ഒന്ന് വായിച്ചു നോക്കിയേ, സങ്കീർത്തനങ്ങൾ 22-ന്റെ 12 മുതൽ 17 വരെ വേഗത്തിൽ വായിച്ചു. സങ്കീർത്തനങ്ങൾ Psalms 22 verses 12 to 17. അനേകം കാളകൾ എന്നെ വളഞ്ഞു. കാളകൾ വളഞ്ഞു. കാളകൾ എന്താ മീൻ ചെയ്യുന്നത്? കാളകൾ എന്ന് പറഞ്ഞ എനിമീസ് അല്ലെങ്കിൽ ഡീമൺസ് വളഞ്ഞു. ഇത് ക്രൂശീകരണത്തെ കുറിച്ച് കാണിക്കുന്നത്. ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുക. ബാശാൻ കൂറ്റന്മാർ ചുറ്റി, അതായത് ഡീമൺസ് ചുറ്റിയിരിക്കുക. അതെല്ലാം എനിമീസാ. മനുഷ്യന്റെ മേളിൽ ആര് വന്നിരിക്കുക? എനിമീസ് വന്നിരിക്കുക. അവിടെ പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരും അല്ലെങ്കിൽ പുരോഹിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി അവരെല്ലാം പാവങ്ങളും. പക്ഷെ അവർ വ്യാപരിക്കുന്ന ആത്മാവ പ്രശ്നം. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ബുഫിഷയോട് അലറുന്ന സിംഹം പോലെ. അലറുന്ന സിംഹം ആരാ? റിയലി സൈറ്റൻ, അല്ലേ? സൈറ്റനാണ് അലറുന്ന സിംഹമായിട്ട് വന്നിരിക്കുന്നത്. ബുബോർഷിയോടെ ഭയങ്കര അലറുന്ന സിംഹമായിട്ടാ. അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു. അവര് എന്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. വെള്ളം പോലെ തൂകിപ്പോകുന്നു. കർത്താവ് അങ്ങ് പറയാം, മനസ്സിലായോ? സങ്കീർത്തനക്കാരൻ പറയാം, വെള്ളം പോലെ തൂകിപ്പോവുകയാണ്. എന്റെ അസ്ഥികൾ തളർന്നുപോയി. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. അസ്ഥികളെല്ലാം ബന്ധം വിട്ടു, പക്ഷെ ഒടിഞ്ഞു പോയില്ല. കാരണം ഈ ക്രൂശിക്കുന്ന സമയത്ത് നിന്റെ ബന്ധങ്ങൾ വിട്ടുപോയി. അതായത് ജോൺസുകളെല്ലാം പറഞ്ഞു പോയി. അത്രയ്ക്കും ഈ നമ്മുടെ ഈ കൈപ്പത്തിക്കകത്തല്ല ആക്ച്വലി ആണി അടിച്ചത്, ഇവിടെയാണ് റിസ്റ്റിലടിച്ച് കയറ്റിയത്, അല്ലേ? അപ്പോൾ അതേലെ തൂങ്ങി കിടക്കുന്ന ആലോചിച്ച് നോക്കിയേ. കാലിലും അടിച്ചിരിക്കുകയോ. എനിക്ക് തോന്നുന്നു അപ്പം ബ്രീത്ത് പോലും എടുക്കാൻ പറ്റത്തില്ല. കാരണം ബ്രീത്ത് എടുക്കണേ നമ്മൾ നിലത്ത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ നിലത്ത് നിന്നെങ്കിൽ നമുക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ബോഡി, നമ്മുടെ കാല് നിലത്ത് കുത്തിയെങ്കിൽ നമുക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ടോസിൽ നിന്ന് നോക്കിയാൽ നിൽക്കാൻ പറ്റും, ബ്രീത്ത് എടുക്കാൻ പറ്റത്തില്ല, പ്രയാസമോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ടോസ്, നമ്മുടെ ഈ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ കാല് നിലത്ത് മുട്ടാതെ
പൊക്കി വെച്ചിട്ട് ബ്രീത്ത് എടുക്കുക. ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല കർത്താവ്. എല്ലുകളെല്ലാം കണ്ടോ, അസ്ഥികളെല്ലാം ബന്ധപ്പെട്ടു പോയി. എന്റെ ഹൃദയം മെഴുകുപോലെ ആയി, എന്റെ കുടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു. കണ്ടോ, എന്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടു. മതി. കണ്ടോ, കർത്താവിന്റെ ആ സങ്കീർത്തനക്കാരൻ കംപ്ലീറ്റ് എഴുതിയിരിക്കുക ഡീറ്റെയിൽസ് ആയിട്ട്. നമ്മൾ യെശയ്യാ പ്രവചന സാധനം വായിക്കാറുള്ളത്, പക്ഷേ പ്രവചനം ആത്മാവിലെ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുക, യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് എഴുതിയിരിക്കുക. അതിനെ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 4-7 വാക്യങ്ങൾ വായിച്ചേ. യെശയ്യാ പ്രവചനം ഐസയ്യ 53:4-7 എന്ന് വായിക്കാവോ? സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ വേദനകളെല്ലാം അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. മതി. ഹല്ലേലൂയ. അപ്പോൾ വൈൻ സ്പോക്ക് ഓഫ് ഹിസ് ബ്ലഡ് അല്ലേ? ഇവിടെ കാണിക്കുന്ന വൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ആണ്. സിൻഡിക്കേറ്റിംഗ് ദ ടെറബിൾ ഡെത്ത് എന്നാണ് പറയുന്നത് അല്ലേ? ടെറബിൾ ഡെത്ത്. അത് യെശയ്യാ പറയുന്ന ടെറബിൾ ഡെത്ത് ആണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് ടെറബിൾ ഡെത്ത് ആയിരുന്നു. സോ ഹി വുഡ് സൂൺ എക്സ്പീരിയൻസ്. ഓ ഹല്ലേലൂയ. നോക്കിയൊരു ഹി ഈസ് ദ പെർഫെക്റ്റ് സൺ ഓഫ് ഗോഡ് ബിക്കം ദ എന്താണ്, ഒന്നുമില്ലാത്ത ഒരാളായി തീർന്നു. താങ്ക് യു ജീസസ്. ഈ ജെനീസിസ് 3:11 വായിച്ചു നോക്കിയേ. കൺസേമിങ് റെഡീം 3:11 വായിച്ചു നോക്കിയേ. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ 3:15 അല്ലേ? 3:11 സോറി. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അപ്പൊ യേശു പറഞ്ഞത് അപ്പം ഒടിഞ്ഞു പോകുന്ന തന്റെ ശരീരത്തെ കുറിച്ചാണ് അല്ലെ? തകർന്ന തന്റെ ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ, എന്നാൽ അസ്ഥി ഒന്നുപോലും ഒടിഞ്ഞില്ലെന്നാണ് ദൈവത്തിന് പറയുന്നത്. ഒന്നുപോലും ഒടിഞ്ഞില്ല. എന്നാൽ അവന്റെ ശരീരം വളരെ കഠിനമായിട്ട് എന്ത് പറ്റി? കഠിനമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സോ അത് തിരിച്ചറിയാൻ പ്രയാസം. അത്രയ്ക്ക് ശരീരം ഭയങ്കര പ്രയാസമായിരുന്നു ശരീരത്തിന്. അതാ സങ്കീർത്തനം നമ്മൾ വായിച്ചല്ലേ? നമ്മൾ പറയുന്നു വീഞ്ഞ് യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരു ഭയാനകമായ മരണമായിരുന്നു യേശുവിൻ്റെ മരണം. മനസ്സിലായി? കാരണം പൂർണ്ണതയുള്ള ആ പുത്രൻ, ദൈവത്തിൻ്റെ പുത്രൻ അല്ലേ? ഹല്ലേലൂയ. ആ പഴയ നിയമത്തിലെ പ്രവചനങ്ങളെല്ലാം നിവൃത്തീകരിക്കപ്പെടുകയായിരുന്നു ആ സമയത്ത്. അതാണ് ഉൽപ്പത്തി പുസ്തകം 3:15 നമ്മൾ പറഞ്ഞത്. സങ്കീർത്തനം 22 യെശയ്യാ 53 എല്ലാം അതാണ് പറയുന്നത്. അതിൻ്റെ പൂർത്തീകരണം. സോ അതുകൊണ്ടാണ് കർത്താവ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അതായത് ഓർമ്മയ്ക്കായി ചെയ്യുക പറഞ്ഞാൽ എന്താണ്? കർത്താവ് വരുന്നവരെ ഇത് നമ്മൾ ചെയ്യണമെന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അല്ല അന്നുകൊണ്ട് ചെയ്തു തീർക്കുമല്ല. കർത്താവ് വരുന്നവരെ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കാരണം ലോകത്തിന്റെ പാപം വഹിക്കണമെങ്കിൽ ഒരു കുഞ്ഞാട് മരിച്ചേ പറ്റത്തുള്ളൂ. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ വരവനായി കാത്തിരിക്കുന്ന ഒന്നാണ് പെസഹ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. അത് കർത്താവിന്റെ ക്രൂശീകരണ മരണത്തിൽ എന്ത് ചെയ്തു? പൂർത്തീകരിക്കപ്പെടുവാനിടയായി. അതാണ് 1 കൊരിന്ത്യർ 5:7 പറയുന്നത്. യഥാർത്ഥ പെസഹ ആരാണ്? കുഞ്ഞാടായി ക്രിസ്തു എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 5:7 പറയുന്നത് എന്താണ്? കുഞ്ഞാടായി ക്രിസ്തു അല്ലെ? കുഞ്ഞാടായി ക്രിസ്തു. അപ്പൊ യഥാർത്ഥ പെസഹ കുഞ്ഞാടായി ക്രിസ്തുവാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെട്ടപ്പോൾ പുതിയ ഉടമ്പടി പഴയ ഉടമ്പടി എന്ത് ചെയ്തു? മാറ്റി സ്ഥാപിച്ചു. അതാണ് ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് പഴയ ലേവി വ്യവസ്ഥ ഇനി വേണ്ടെന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? പൗരോഹിത്യം അതോടുകൂടി മാറിപ്പോയി അല്ലേ? അതുകൊണ്ടാണ് ഇനി പഴയ ആ ലേവി വ്യവസ്ഥകളൊന്നും ഇനി വേണ്ടാന്ന് കർത്താവ് പറയാൻ കാരണം. അതാണ് ഇബ്രാഹിം ലേഖനം 9:25-28 പറയുന്നത്. കർത്താവിന്റെ അത്താഴം അപ്പോൾ ക്രിസ്തീയമായ ഒരു കൂട്ടായ്മയാണ് അല്ലേ? നമുക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുക. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. റാഖാമാനാസി. ഈ കർത്താവിന്റെ അത്താഴത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സുവിശേഷങ്ങളെല്ലാം കാണാൻ പറ്റും. മത്തായി സുവിശേഷത്തിൽ കാണാൻ പറ്റും 26-ാം അധ്യായം. അതുപോലെ മാർക്ക് സുവിശേഷത്തിൽ കാണാൻ പറ്റും. ലൂക്കോസ് സുവിശേഷത്തിൽ കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ പറ്റും. കൊരിന്ത്യർ നമ്മൾ വായിക്കുമ്പോൾ കാണും 11 മുതൽ അതിൻ്റെ 23-29 വാക്യങ്ങൾ വലിയ പ്രാധാന്യം അല്ലേ? ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്
കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ച് എഴുതിയിരിക്കണം, പൂർണ്ണമായിട്ട് എഴുതിയിരിക്കണം. അപ്പം ഈ സുവിശേഷങ്ങളിൽ കാണാത്ത ഒരു പ്രസ്താവന പൗലോസ് അവിടെ ഉൾപ്പെടുന്നുണ്ട്. വായിച്ചിട്ടുണ്ട് നിങ്ങൾ? അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ പാപം ചെയ്യുന്നു. മനസ്സിലായോ? അയോഗ്യമായി അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യാൻ പാടില്ലെന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. കാരണം ഇത് നേരത്തെ പറഞ്ഞത് യേശുവിന്റെ ശരീരമാണ്, അല്ലേ? ഇത് ആത്മീയ മണ്ഡലത്തിൽ യേശുവിന്റെ ശരീരമാണ്. ആത്മീയ മണ്ഡലത്തിൽ യേശുവിന്റെ രക്തമായി തീരും. ഇത് നമ്മൾ പുറമേ നോക്കുമ്പോൾ ഈ അപ്പം സിറ്റ് ഹിയർ, ഡോണ്ട് മൂവ്, അതിനെ ശുശ്രൂഷിക്കുക, ഡോണ്ട് മൂവ്. ഇത് എന്താണ്? ഇത് ആത്മീയ മണ്ഡലത്തില് ഇത് 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 യേശുവിന്റെ ശരീരമാണ്. ഇത് ആത്മീയ മണ്ഡലത്തിൽ യേശുവിന്റെ രക്തമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഇത് നിങ്ങൾ കുടിക്കപ്പെടുത്തിയണം. കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവർ കർത്താവിന്റെ രക്തത്തിലും ശരീരത്തിലും പാപം ചെയ്യുന്നു, അല്ലേ? അതായത് നിങ്ങൾ അയോഗ്യമായി അപ്പം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തതിന് പാപം ചെയ്യുക നിങ്ങൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ അപ്പോൾ തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നതിന് മുൻപ് ഒരു മനുഷ്യൻ തന്നെത്താൻ ശോധനയാണെന്നാണ് പൗലോസിന്റെ എഴുതിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇന്ന് രാത്രി നമുക്ക് തന്നെത്താൻ ശോധന ചെയ്യാം. നമ്മൾ ഇതിനകത്ത് പങ്കാളികളായി തീരാൻ പോവുകയാണ്. ഇത് നമുക്ക് കുറ്റമായി തീരാൻ പാടില്ല, ഇത് നമുക്ക് രോഗമായി തീരാൻ പാടില്ല, ഇത് നമുക്ക് മരണമായി തീരാൻ പാടില്ല, ഇത് നമുക്ക് അനുഗ്രഹമായി തീരണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് അനുഗ്രഹപാത്രമാണ്, അല്ലേ? അപ്പൊ കർത്താവിന്റെ ശരീരം തിരിച്ചറിയാതെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നാണ് 1 കൊരിന്ത്യർ 11:27-29 പറയുന്നത്, അല്ലേ? തനിക്ക് തന്നെ ശിക്ഷാവിധി ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് തന്നെ കെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. മനസ്സിലായോ? അപ്പം അയോഗ്യമായി അപ്പം പാനപാത്രം കഴിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? നമ്മളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പത്തിൻ്റെയും പാനപാത്രത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മളെ മനസ്സിലാക്കാതെ നമ്മൾ ഭക്ഷിക്കാനും പാനം ചെയ്യാനും പാടില്ല. ഹല്ലേലൂയ. അപ്പോൾ കാരണം എന്താണ്? നമ്മുടെ രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ രക്ഷകൻ ഒരു നൽകിയ വലിയ ഭീമമായ വില, അല്ലേ? അതാണിത്. അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. ഇത് പല എന്താണ് നമുക്കറിയാൻ പറ്റും, ഇത് ലാഘവമായിട്ടാണ് പലരും ചെയ്യുന്നോ. ഇത് ലാഘവമായിട്ട് ചെയ്യാൻ പാടില്ല. ഇത് ഭയങ്കര സീരിയസ് ആണ്. ഇത് സീരിയസ് ആയിച്ചൂടെ? അനേകർക്ക് രോഗം വരാൻ കാരണം ഇതൊരു കാരണമാണ്. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരാവും, രോഗമായി തീരും. പക്ഷെ ഇത് ഓപ്പോസിറ്റും ഉണ്ട് കേട്ടോ. ഇത് അനുഗ്രഹമാണ്, അല്ലേ? ഇത് നല്ല രീതിയിൽ എടുക്കാമെങ്കിൽ, പാപമില്ലാതെ എടുക്കാമെങ്കിൽ, ഇത് അതുപോലെ നമ്മുടെ ഭയഭക്തിയോടുകൂടി എടുക്കാമെങ്കിൽ ഇത് നമുക്ക് അനുഗ്രഹമായി, നമുക്ക് രോഗശാന്തി ഉണ്ടാവും, അല്ലേ? ഉള്ളിൽ എന്ത് സംഭവിക്കും? കർത്താവ് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ എന്ത് സംഭവിക്കും? ജീവനുണ്ടാകും. ഹല്ലേലൂയ. അപ്പം ഇത് രാത്രിയിൽ പൗലോസിന്റെ ആ നിർദ്ദേശപ്രകാരം നാം അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം, അല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സുവിശേഷ വിവരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടാത്ത മറ്റൊരു പ്രസ്താവന പൗലോസ് പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾ വായിച്ചത്? നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴേക്കും കർത്താവ് വരുന്നത് വരെ നിങ്ങൾ അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. വായിച്ചില്ലേ? 1 കൊരിന്ത്യർ 11:26 അതാണ്. അത് സുവിശേഷത്തിൽ കാണുന്നില്ല, അത് പൗലോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വായിച്ചു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കേട്ടോ, മരണത്തെ പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. റഖമാനാസി. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ മഹത്വം. മരണത്തെ പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്കറിയാവുന്ന എല്ലാം അറിയാവുന്ന. സോ രാത്രി നമുക്ക് കർത്താവിന്റെ മേശയോട് നമുക്ക് അടുക്കാം. കർത്താവിന്റെ മേശയോട് നമുക്ക് അടുക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം നമ്മളെ തന്നെ ശോധന ചെയ്താൽ, കർത്താവ് ഞാനിതെടുക്കുവാൻ യോഗ്യനാണോ? രാത്രി ഞാൻ യോഗ്യനാണോ? ഞാൻ ഇതെടുക്കുവാൻ യോഗ്യനാണോ? ഈ അപ്പത്തെയും വീഞ്ഞും ഭക്ഷിപ്പാനും പാനം ചെയ്യാൻ ഞാൻ യോഗ്യനാണോ? എനിക്ക് യോഗ്യത ഉണ്ടോ എന്ന് ചിന്തിച്ചു. എവിടെയെങ്കിലും പാപത്തിൽ നമ്മൾ കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ പാപം ഉപേക്ഷിച്ചിട്ട് മാനസാന്തരപ്പെട്ട് ഉപേക്ഷിക്കണം. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. എവിടെയെങ്കിലും പാപത്തിൽ നമ്മൾ കിടപ്പുണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം, എന്നിട്ട് ഉപേക്ഷിക്കണം. കർത്താവ് ഞാൻ പാപം ചെയ്യത്തില്ല, ഞാൻ തെറ്റുപറ്റിപ്പോയി, കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പാപം ചെയ്യത്തില്ല, ഞാനിതിൽ കർത്താവിലോട്ട് മടങ്ങി വരികയാണ്. ഹല്ലേലൂയ. കാരണം അല്ലെങ്കിൽ ഇത് എന്താണ്? നമുക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തരും, മരണത്തിന് കാരണമായി തരും, രോഗത്തിന് കാരണമായി തരും. അതുകൊണ്ട് അന്ന് സംഭവിക്കും, ബലഹീനതയ്ക്ക് കാരണമായി തരും.
അവിടുന്ന് രാത്രി നമുക്ക് വിശുദ്ധിയോടുകൂടി ഇത് ഭക്ഷിക്കുന്നതാണ്. രാത്രി നമ്മളിത് ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദൂതന്മാരുടെ എത്തും, യേശു കർത്താവിടെ എത്തും, പിതാവാദിയോടെ എത്തും. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യത്തോടെ വെളിപ്പെടും. അവരിത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവരിത് സന്തോഷിക്കുകയാണ് ഇന്ന് രാത്രി. നമ്മളെ മക്കളായ നമ്മൾ ഇത് ഭക്ഷിപ്പാനും പാനം ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ കർത്താവ് സന്തോഷിക്കും. ജീസസ് ജീസസ് ജീസസ്. യേശു തൻ്റെ ശരീരം നുറുക്കി തരുവാനിടയായി. ആ എല്ലുകൾ, കർത്താവിൻ്റെ എല്ലുകൾ അകന്നു പോകുവാനിടയായി, വേർപെട്ടു പോകുവാനിടയായി ക്രൂശിക്കപ്പെട്ടപ്പോൾ. ഒരു നിമിഷം നിങ്ങൾ ആ ക്രൂശിലോട്ട് ചിന്തിച്ചു നോക്കിയ, മുഖം മുഴുവൻ അടിച്ച് അല്ലെ, ശരീരം മുഴുവൻ അടിച്ച് ചാട്ടുവാറുകൊണ്ട് അടിച്ച് മുഖത്തെ രോമമെല്ലാം പിഴുതെടുത്ത് രക്തം മുഖത്തൂടെ എല്ലാം വാർന്നൊഴുകുക, തലയിൽ കിരീടം വെച്ച് മുഖം കാണാൻ പറ്റത്തില്ല, അതുപോലെ രക്തം വാർന്നൊഴുകുകയാണ്. ശരീരം മുഴുവൻ അടിച്ച് യശയ്യാ പറയുന്ന പോലെ ആ മാംസമുണ്ടാക്കി കളഞ്ഞു. ശരീരത്തെല്ലാം ചാട്ടവാറിന് അടിച്ച് അവർ പിഴുത് ഒഴിവ് ചാല് പോലെ കീറിക്കളഞ്ഞെന്നാണ് പറയുന്നത്. കർത്താവേ നന്ദി. നമുക്ക് വേണ്ടിയാണ്. പിതാവിന് നന്ദി പറഞ്ഞാണ് അല്പസമയം കർത്താവ്. കാരണം തൻ്റെ പുത്രനെ ഒരു മനുഷ്യൻ എന്ന് ആലോചിച്ചു, ഒരു പുത്രനെ അങ്ങനെ തരുവോ? ഒരു മനുഷ്യൻ അങ്ങനെ വിട്ടുകൊടുക്കും? ഇല്ല. തൻ്റെ പുത്രനെ അങ്ങനെ തരുവാനിടയായി, നമുക്ക് വേണ്ടി തരുവാൻ, നമുക്ക് വേണ്ടി നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ തരുവാനിടയായി, യേശുവിനെ തരുവാനിടയായി. ഓ ഹല്ലേലൂയ. യേശുവിനെ അടിച്ച് മുറിവേൽപ്പിക്കുവാൻ നമുക്ക് വേണ്ടി തന്നു. എന്ത് സ്നേഹം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്, എത്ര പറഞ്ഞാലും മതിയാവില്ല. യേശു നമുക്ക് വേണ്ടി എന്തെല്ലാം അടിയും നിന്നയും പരിഹാസവും എല്ലാം ചൂടി എത്രമാത്രം കർത്താവ് നമ്മൾ സ്നേഹിക്കണം. രാത്രി നമ്മൾ അടുത്തൊരു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് രാത്രി. ഹല്ലേലൂയ. പ്രൈസ്. കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നതാണെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. രാത്രി നമുക്ക് അടുത്ത് വരാം. ഒന്ന് ശോധന ചെയ്താൽ, പങ്കെടുക്കുന്നതിന് മുന്നേ ശോധന ചെയ്താൽ, കർത്താവെ ഞാനതിൽ പങ്കാളിയായി തീരണം. ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, ഞാൻ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുന്നതാണ്, ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്, അതെല്ലാം ശരിയാണ്. പ്രാർത്ഥനാ ജീവിതമുണ്ട്, ഉപവാസ ജീവിതമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ ജീവിതം എവിടെയെങ്കിലും ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, എവിടെയെങ്കിലും കർത്താവെ ഞാൻ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടോ, അതേ നമ്മൾ ചിന്തിക്കേണ്ടത്. എവിടെയെങ്കിലും ഭാവസ്വഭാവം കിടപ്പുണ്ടെങ്കിൽ കർത്താവിനൊന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട്, നിസ്സാരമായ കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ, അത് കർത്താവിനോട് പറഞ്ഞാൽ മതി. കർത്താവിനോട് പറഞ്ഞൊന്ന് കഴുകി ശുദ്ധീകരിച്ച് അതിൽ ഇനി ചെയ്യത്തില്ലെന്ന് നമ്മൾ തീരുമാനമെടുത്തിട്ട് അത് പങ്കാളിയായി തീരുവാണെങ്കിൽ ഏറ്റവും അനുഗ്രഹമായി പ്രാർത്ഥിക്കാം. താഴ്ത്താം. ഹല്ലേലൂയ. റാബാനാശി ഉദമനഹസ്തര. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും എൻ്റെ ഭാഷയിൽ സംസാരിച്ച് പ്രാർത്ഥിച്ചാൽ. കർത്താവേ നന്ദി. ഹല്ലേലൂയ. രാത്രി അടുത്തു യേശുവിൻ്റെ നാമത്തിൽ അടുത്തു വരികയാണ് കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ഈ ഞങ്ങൾ ദിവസത്തിൽ സറണ്ട് കർത്താവേ, താഴ്ത്തുന്ന കർത്താവേ സ്തോത്രം. ഞങ്ങൾ ദിവസത്തിൽ സറണ്ട് ചെയ്യുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഓ ജീബാറാഖമ. നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. കർത്താവേ ഈ അപ്പത്തിനായ സ്തോത്രം, വീഞ്ഞനായ സ്തോത്രം കർത്താവ്. രാത്രി ഞങ്ങൾ തന്നെ സറണ്ടർ ചെയ്യണം. ഈ അപ്പവും വീഞ്ഞും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പത്തെ യേശുവിൻ്റെ ശരീരമാക്കി തന്നാലും, വീഞ്ഞിനെ കർത്താവ് യേശുവിൻ്റെ രക്തമാക്കി തന്നാലും, പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ പാനം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണം. ഞങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ടാകണം കർത്താവെ. അന്ത്യകാലത്ത് കാഹളം മുഴങ്ങുമ്പോൾ ഉയർക്കുവാൻ കാരണമാക്കി തീരണം. ഇത് ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ കടന്നു ചെന്ന് ഞങ്ങൾക്ക് എവിടെയെല്ലാം വിടുതൽ ആവശ്യമുണ്ട് അവിടെയെല്ലാം വിടുതലായി തീരണം. കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നതാണല്ലോ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. റീബാന ശന്തരബന ഹസ്തിരി മഹഹഹ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി യേശു അപ്പം സ്തോത്രം ചൊല്ലി മുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇതെൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കും. താങ്ക് യു ജീസസ്. അവളെ തന്നെ യേശു പാനപാത്രം കയ്യിലെടുത്തിട്ട് സ്വാർത്ഥി അനുഗ്രഹിച്ച് ശിഷ്യന്മാരെ കൊടുത്തു. പുതിയ നിമിത്തത്തിൻ്റെ രക്തമാകും, വാങ്ങി കുടിപ്പിക്കും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്.
വിശ്വസിക്കണോ? അപ്പത്തെ സ്വോത്രം കഴിക്കാമല്ലോ. സ്വോത്രം 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 സ്വോത്രം. താങ്ക് യു ജീസസ്. കർത്താവികളുടെ സ്ഥാനത്തിനായ സ്വോത്രം. ശരീരം ഭക്ഷിപ്പാൻ കൃപ തന്നതായ സ്വോത്രം. ഹല്ലേലൂയ. പാനപാത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പാനം ചെയ്യുന്ന കൃപയ്ക്കായ സ്വോത്രം. പാനപാത്രം എടുത്ത് കുടിക്കാം. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി.